ദിലീപിനെ വെറുതെ വിട്ടതിൽ ഇവിടെ പല ആൾക്കാരും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമുണ്ട് എന്നുള്ള തരത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ദിലീപിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു രണ്ടോ മൂന്നോ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് നികേഷ് കുമാറുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേണു, പിന്നെ ബാലകൃഷ്ണനുണ്ട്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്നയാളുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടിയിരിക്കുന്നത് ഇവർക്ക് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. ബാലചന്ദ്രകുമാറിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് വേദനയുണ്ട്. അയാൾ ദിലീപിൻ്റെ കൂടെയാണെങ്കിൽ ചിലപ്പോൾ ഇന്നും അയാൾ ജീവിച്ചിരുന്നേനെ. ദിലീപിൻ്റെ കൂടെയാണെങ്കിൽ ദിലീപ് ഒരിക്കലും അയാളെ കൈവിടത്തില്ലായിരുന്നു. പക്ഷേ അയാൾ അവസാന കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ വിട്ടുപോയി, ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തെളിവ് എന്നൊക്കെ പറഞ്ഞു വന്നു. അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റിയിരുത്തി അവരുടെയൊക്കെ കാര്യങ്ങൾ കേട്ടത് നമ്മളെ നികേഷ് കുമാർ മാത്രമാണ്. ഏതായാലും നികേഷ് കുമാറിന് കിട്ടിയ ശിക്ഷ എന്താണ്? നികേഷ് കുമാറിൻ്റെ ചാനൽ പോയി, അദ്ദേഹത്തിൻ്റെ ജോലി പോയി, അദ്ദേഹത്തിന് ഒരു ജോലിയും കൂലി ഇല്ലാതെയാണ് ഇപ്പോഴിരിക്കുന്നത്. ഒരു ചാനലിൽ പോലും ഇപ്പോഴയാൾ ജോലി ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടാണ് അയാൾക്ക് മറ്റൊരു ചാനലിൽ പോയിട്ട് ജോലി ചെയ്യാൻ കഴിയാത്തത്? അയാളുടെ ജോലി പോയത് തന്നെയാണ്. അയാളെ ആർക്കും വേണ്ട, എല്ലാവരും പറയുന്നത് പോലെ അയാളെ അങ്ങ് പിരിച്ചുവിട്ടത് തന്നെയാണ്. വേറെ ഒന്നുമല്ല, കടം കയറി മൂടിയ ആ ഒരു ചാനല് അയാൾ വിറ്റൊഴിവാക്കുകയാണ് ചെയ്തത്. അതായത് റിപ്പോർട്ടർ TV എന്ന് പറയുന്ന ഒരു ചാനല്. അങ്ങനെ നികേഷ് കുമാറിനും ദൈവത്തിന്റെ ശിക്ഷ കിട്ടിയില്ലേ? അപ്പോൾ ബാലചന്ദ്രകുമാറിന് കിട്ടി, നികേഷ് കുമാറിന് കിട്ടി. ഇനിയിപ്പോഴും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ആള് ഒരു ദിവസം ദിലീപ് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് അയാൾക്ക് എന്നോട് ഇത്ര ദേഷ്യം? അതായത് വേണു ബാലകൃഷ്ണനാണെന്നാണ് എൻ്റെ ഓർമ്മ. അയാൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ ദിലീപിനെ പറ്റിയിട്ടുള്ള കഥകൾ മെനഞ്ഞ, അല്ലെങ്കിൽ ദിലീപിൻ്റെ വാർത്തകൾ ചെയ്തൊരു മനുഷ്യനാണ്. ഇടക്കാലത്ത് ദിലീപ് തന്നെ ഒരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് വേണു എന്നിങ്ങനെ വേട്ടയാടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും വേണുവിൻ്റെ സ്ഥിതി എന്താണ്? ഒരു ചാനലിൽ പോലും വേണുവിനെ നമ്മൾ കാണുന്നില്ല. എവിടെയാണ് വേണു പോയത് എന്നറിയില്ല. ഇനി ജോലി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണോ, ഇനി വല്ല അസുഖമുണ്ടോ എന്നൊന്നും നമുക്കറിയുന്നില്ല. ഇവരൊക്കെ എവിടെ പോയി? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ എല്ലാവരും പറയുന്നത് ദിലീപിന് ശിക്ഷ കിട്ടും, ദിലീപിന് ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടും എന്ന് പറയുമ്പോഴേ ഈ ദിലീപിനെ ഉപദ്രവിച്ചവർക്കല്ലേ ഇങ്ങനെ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരൊക്കെ എന്ന് പറഞ്ഞ ഒരു കാലത്ത് ദിലീപിനെ ആഞ്ഞടിച്ചവരാണ്. ആഞ്ഞടിച്ച എല്ലാവർക്കും ദൈവം കൃത്യമായിട്ട് ശിക്ഷ കൊടുക്കുന്നുണ്ട്. ദിലീപിനെ ഇപ്പോഴും ദൈവം അവിടുന്ന് രക്ഷപ്പെടുത്തുകയല്ലേ ചെയ്തത്. ദിലീപിൻ്റെ കേസുകളിൽ തെളിവില്ല എന്ന് പറഞ്ഞ് ദിലീപിനെ രക്ഷപ്പെടുത്തിയപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കല. ഇന്നിപ്പോൾ ഏതോ ഒരു മാധ്യമത്തിലാന്ന് എനിക്ക് തോന്നുന്നത് റിപ്പോർട്ടർ ചാനലിലാണെന്നോ തോന്നുന്നത്, നികേഷ് കുമാറിനെ നമ്മൾ കുറേ നാൾ കൂടിയിട്ട് കാണുന്നതാണ്. ഇന്ന് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ദിലീപിനെ ശിക്ഷിക്കുക എന്ന് മാത്രമാണ് ഇവരെയൊക്കെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാതെ ഇവർക്ക് വേറെ ഒന്നുമില്ല, വേറെ ഒരു പരിപാടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്കിനി ആരെ വെറുതെ വിട്ടാലും വേണ്ടിയില്ല, ദിലീപിന് ഇവരുടെ കയ്യിൽ കിട്ടണം, ദിലീപിനെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് ഇവരെല്ലാവരും തുനിഞ്ഞിറങ്ങി. പക്ഷേ ശിക്ഷ കിട്ടിയത് ഇവർക്കാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരു ജോലിയും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഈ മൂന്ന് പേര്, അതിലൊരാൾ എന്ന് പറഞ്ഞാൽ ലോകം തന്നെ വിട്ടുപോയിരിക്കുകയാണ്. അയാളെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് അറിയില്ല. ഇനി അയാൾക്ക് എന്തെങ്കിലും വാഗ്ദാനം ചെയ്തോ എന്നറിയില്ല. അവസാന കാലത്ത് എന്ന് പറഞ്ഞാൽ ചികിത്സക്ക് പോലും പൈസയില്ലാതെ, ഭക്ഷണത്തിന് പോലും പൈസയില്ലാതെ ആ മനുഷ്യൻ നരകിക്കുമ്പോൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നേരെ മറിച്ച് ദിലീപ് ആണെങ്കിലോ, ദിലീപിൻ്റെ കൂടെയാണെങ്കിലോ അയാൾ ഇന്നും ജീവിച്ചിരുന്നേനെ. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അയാളെ അടുത്തറിയുന്ന ആൾക്കാർ മുഴുവൻ പറയുന്നൊരു വാക്കായിരിക്കും ഇത്, ദിലീപിൻ്റെ കൂടെയാണെങ്കിൽ ബാലചന്ദ്രകുമാർ ഇന്നും ഉണ്ടാകുമായിരുന്നു. കാരണം ദിലീപ് അത്രത്തോളം ആ മനുഷ്യനെ സ്നേഹിച്ചു, വിശ്വസിച്ചു. സ്വന്തം വീട്ടിൽ എന്ന് പറഞ്ഞ എല്ലാ അധികാരങ്ങളും നൽകി. സ്വന്തം അനുജനെ പോലെയാണ് ബാലചന്ദ്രകുമാറിനെ കണ്ടത്. ബാലചന്ദ്രകുമാറിനാണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നു. ഒരു മോനെ പോലെയാണ് ദിലീപിൻ്റെ അമ്മ കണ്ടത്. അതുപോലെ ഒരു സഹോദരനെ പോലെയാണ് കാവ്യാമാധവൻ കണ്ടത്. അങ്ങനെയൊക്കെ ഇത്രയും ബന്ധമുള്ള, അല്ലെങ്കിൽ ആ വീട്ടിൽ എവിടെ വേണമെങ്കിലും കയറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാം, ഭക്ഷണം എടുത്ത് കഴിക്കാം, ഇങ്ങനെയുള്ള അധികാരമുള്ള ഈ നമ്മുടെ ബാലചന്ദ്രകുമാർ അവിടെ നിന്നും കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ പുറത്തു വിടുകയാണ് ചെയ്തത്. അതും നികേഷ് എന്ന് പറയുന്നയാളുടെ ചാനലിലൂടെ. അതാണ് ഞാൻ പറയുന്നത്, ഇവർക്കെല്ലാവർക്കും ദൈവം ശിക്ഷ കൊടുത്തു. എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോഴും ദിലീപിൻ്റെ വളർച്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ദിലീപ് എവിടെ നിന്നും നിർത്തിയോ ഇനി അവിടെ നിന്നും ദിലീപ് തുടങ്ങിക്കൊണ്ടിരിക്കും. ഈ തുടങ്ങുന്നത് കണ്ടിട്ട് ഇവർ ശരിക്കും പറഞ്ഞ് ഇവർക്ക് അസൂയയും കുശുമ്പും കൊണ്ട് ഇവരിങ്ങനെ തീരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാവർക്കും അസൂയുണ്ട്. എന്നുവെച്ചാൽ അവർക്കൊന്നും ഈ ഒരു സ്ഥാനത്ത് എത്താൻ കഴിയുന്നില്ല. അതുപോലെ ദിലീപിനെ പോലെ ആകാൻ കഴിയുന്നില്ല. ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവറ്റകൾക്കൊക്കെ ഉണ്ടാകും.
അതാണ് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആരും വിളിക്കാതെയാണോ ഇനി വിളിച്ചിട്ടാണോ എന്നറിയില്ല, ഏതായാലും നികേഷ് കുമാറിൻ്റെ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരുപാട് ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സത്യസന്ധൻ എന്ന് വിചാരിക്കുന്ന ഒരു വാർത്താ മാധ്യമ ചാനലായിരുന്നു അന്ന് റിപ്പോർട്ടർ, അന്ന് അവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, അതായത് ഇത് ദിലീപിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒന്നാണ്, അല്ലാതെ ഇത് വേറെ ഒന്നുമില്ല. അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കാണാൻ ആരും ഉണ്ടാവില്ലല്ലോ. അതായത് ഈ സാധനം പിന്നെ പതനം തുടങ്ങിയില്ലേ, ശമ്പളം കൊടുക്കാൻ വേണ്ടി പൈസയില്ല, വേറെ ഒന്നിന് പൈസയില്ല, അങ്ങനെ വളരെയധികം ക്ലേശമായിട്ട് അതായത് ഗതികെട്ടിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ചാനൽ അങ്ങ് പാടെ വിറ്റ് കളയുകയാണ് ചെയ്തത്. ഇപ്പോഴും ജോലിയുമില്ല, അതിൻ്റെ അകത്ത് ജോലി പോലും തരത്തില്ല എന്നാണ് അതിൻ്റെ മുതലാളിമാർ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും പറയുന്നത് പോലെ എന്തിനാണ് അയാൾക്ക് ജോലി എന്നൊക്കെ പറയുമ്പോഴും ഒരു മനുഷ്യന് എടുത്താൽ തീരാത്ത സമ്പാദ്യങ്ങൾ ഒരാളുടെ കയ്യിലുമില്ല എന്നേ ഞാൻ പറയുള്ളൂ. അതായത് നമ്മളൊരു 2-3 വർഷം നമുക്ക് ജോലി ചെയ്യാതിരിക്കാം, അത്ര മാത്രമേ എല്ലാവരുടെയും കയ്യിലുള്ളൂ, അല്ലാതെ അതിൽ കൂടുതലൊന്നും വരുമാനം എല്ലാവരുടെ കയ്യിലുമുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ചില മാധ്യമങ്ങൾ പ്രവർത്തകരെയൊന്നും നമ്മളിപ്പോൾ കാണുന്നില്ല. ശരിക്കും ശിക്ഷ കിട്ടിയത് അവർക്കല്ലേ, ദിലീപിനല്ലല്ലോ. ഇപ്പം എല്ലാവരും പറഞ്ഞ് ദിലീപിന് ശിക്ഷ കിട്ടും, ദൈവത്തിൻ്റെ കോടതിയിൽ കിട്ടും. എൻ്റെ പൊന്നു മക്കളെ, ദിലീപിന് ശരിക്കും വെച്ചടി കയറ്റല്ലേ ഉണ്ടായത്. ദിലീപിൻ്റെ മകള് ഡോക്ടറായി. അതുപോലെ ദിലീപിനാണെങ്കിലും എന്ന് പറഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ചില സിനിമകളൊക്കെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും ചില സിനിമകളൊക്കെ വിജയിപ്പിക്കാൻ ദിലീപിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ദിലീപിൻ്റെ ഇനിയിപ്പോൾ അങ്ങോട്ട് ദിലീപിനെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ പോവുകയാണ്. കാരണം ഒരുപാട് അമ്മമാർ ദിലീപിൻ്റെ പടം കാണാതിരുന്നിട്ടുണ്ട്, ഒരുപാട് അമ്മമാർ ദിലീപിനെ വിട്ടുപോയിട്ടുണ്ട്. അവരൊക്കെ തിരിച്ചു വരുന്ന ഒരു കഥയാണ് ഇനി നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരും, ദിലീപിന് വേണ്ടിയിട്ട് അമ്മമാർ ഇവിടെ സംസാരിക്കും. അതാണ് മനസ്സിലാക്കട്ടെ. ഇതൊന്നും നമ്മൾ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും കളിയാക്കാനൊന്നുമല്ല. ഇവിടെ അതിജീവിതക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിച്ച എല്ലാവരെയും നല്ല രീതിയിൽ ശിക്ഷിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനാൽ സന്തോഷിക്കാതെ ദിലീപിനെ ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്നുള്ള ആദിയിലാണ് ഇപ്പോൾ ഇവരെല്ലാം കൂടിയിട്ട് വാർത്ത ചെയ്യുന്നത്. ഇവരെല്ലാവരും കൂടി ഇന്ന് ഈ ഗൂഢാലോചനയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്ന് ന്യൂസ് ചാനലുകാരൊക്കെ ഇനി എന്താണ് അടുത്ത പരിപാടി, അതായത് ദിലീപിനെ ഇനി എങ്ങനെ നമ്മുടെ ഇതിൽ കൊണ്ടുവരാം എന്നുള്ള തരത്തിലാണ്. പക്ഷേ ഞാൻ ദിലീപ് ഏട്ടനോട് പറയുകയാണ്, ഒരുത്തൻ്റെ ചാനലിലും പോയി സംസാരിക്കരുത്. അതായത് നിങ്ങളെ ഇത്രമാത്രം അധിക്ഷേപിച്ച അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിരന്തരമായിട്ടില്ലാത്ത വാർത്തകൾ കൊണ്ട് മെനഞ്ഞ ഒരുത്തൻ്റെ ഇടയ്ക്കും പോയിട്ട് നിങ്ങൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു, ജനങ്ങൾക്കത് മനസ്സിലായി. അല്ലാതെ ഇനി ഒരുത്തന്നെയും വാക്കോ കാര്യങ്ങളോ ഒന്നും കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ദിലീപ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ ജനങ്ങൾക്ക് വേണ്ടൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ചില ഛർദ്ദിക്കുന്നവൻ്റെയൊന്നും ശബ്ദമൊന്നും വേണ്ട നമുക്ക്. അതാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ദിലീപിന് ദൈവം കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ദിലീപിനെ ഉപദ്രവിച്ചവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവം നല്ലോണം വാരിക്കോരി കൊടുത്തിട്ട് ഇതേ പറയാൻ പറ്റുള്ളൂ. വളരെയധികം വേദന തന്നെയാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്നും വിട്ടുപോകുമ്പോൾ. ആ വേദന ചിലപ്പോഴും നമ്മളെക്കാട്ടിയും അനുഭവിച്ചത് ദിലീപ് തന്നെയായിരിക്കാം. കാരണം എന്താ വെച്ചാൽ ദിലീപിന് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രകുമാറിനെ സഹായിക്കണം, ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എങ്കിലേ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നതുകൊണ്ട് മാത്രമായിരിക്കാം. ഇല്ലെങ്കിൽ എത്രത്തോളം വലിയ ശത്രുവായി കഴിഞ്ഞാലും ദിലീപ് സഹായിക്കുമായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.